Good evening. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീസൺ ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സീസൺസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. സീസൺസും അപ്പാരന്റ് മൂവ്മെന്റും ഓഫ് ദ സണ്ണും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? As a result of the apparent movement of the sun between Tropic of Cancer and Tropic of Capricorn, the different seasons, spring, summer, autumn, and winter, get repeated in a cyclic manner. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂര്യൻ ഒരിക്കലും മൂവ്മെന്റ് ചെയ്യുന്നില്ല. പക്ഷെ വ്യത്യസ്ത കാലങ്ങളിൽ ഭൂമിയിൽ നിന്ന് സൂര്യനെ സ്ഥാനങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതായി നമുക്ക് തോന്നാം. അത് സംഭവിക്കുന്നത് ഭൂമിയുടെ ചരിവ് മൂലവും ഭൂമിയുടെ പരിക്രമണവും കാരണം കൊണ്ടാണ്. ഭൂമിയുടെ ആ ഒരു ചരിവ് 23.5 ഡിഗ്രി ചരിവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ മൂവ്മെന്റ് ചെയ്യുന്നതായി തോന്നുന്നത്. ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ഫീലിനെയാണെന്ന് പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം അതിൻ്റെ നേരെ എത്തുമ്പോൾ, ഭൂമിയുടെ നേർഭാഗങ്ങൾ എത്തുമ്പോൾ അവിടെ പ്രത്യേക കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഋതുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള ഈ മൂവ്മെന്റ് ആണ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ എന്ന് പറയുന്ന 3 കാലങ്ങളിലേക്കുള്ള ചാക്രികമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത്. സീസണൽ ചേഞ്ചസ് ആർ നോട്ട് യൂഷ്വലി വെരി ഒബ്വിയസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻസ്. ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട്, അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കും ഉള്ള ഈ ഭാഗത്തിനെയാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും ബിക്കോസ് ഓഫ് ദ ഇൻസിഡൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ദ സൺറൈസ് ത്രൂ ഔട്ട് ദ ഇയർ, ഈ ഭാഗങ്ങളിൽ വർഷം തോറും വലിയ രീതിയിലുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നു. കാരണം അത് ഈ സൂര്യന്റെ മൂവ്മെന്റ് ഈ രണ്ട് രേഖകൾക്ക് ഇടയിലായതുകൊണ്ടാണ്. ആ പ്രദേശത്തു കൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ അവിടങ്ങളിൽ വർഷം തോറും ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടാറ്. Seasons are not distinctly felt in Kerala. Why? അതായത് ഋതുക്കൾ കേരളത്തിൽ വലിയതായിട്ടുള്ളൊരു മാറ്റമൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അതായത് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് 8 ഡിഗ്രി 10 ഡിഗ്രി നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇക്വറ്റേറിയൽ റീജിയന്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഈ മൂവ്മെന്റിൽ, ഇവിടെ നിന്നും ഇവിടേക്കുള്ള ഈ മൂവ്മെന്റ്, ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന ഈ മൂവ്മെന്റിൽ സൂര്യപ്രകാശത്തിന്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പ്രദേശത്ത് അധികം വിന്റർ ആകുകയും അതുപോലെ തന്നെ വടക്കോട്ട് പോകുമ്പോൾ സമ്മർ ആവുകയും ചെയ്യുന്നു. എന്നാൽ ഉയർന്ന താപനിലയോ എന്നാൽ ഉയർന്ന തണുപ്പോ ഇവിടെ അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ അധികം
ഈ പ്രദേശങ്ങളിലാണ് ചലിക്കാറ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ ഇവിടെ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് വലിയ ഒരു ഋതുമാറ്റം ഇവിടെ അനുഭവപ്പെടാത്തത് അതുകൊണ്ടാണ്. Characteristics of different seasons are clearly felt in the mid latitude or temperature zone. അതായത് കൂടുതലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ പ്രദേശങ്ങളിലായിരിക്കും. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ വടക്കും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ക്യാൻസറിന്റെ വടക്കു ഭാഗത്തും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ തെക്ക് ഭാഗത്തുമുള്ള മിഡ് ലാറ്റിറ്റ്യൂഡ് ഏരിയകളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള. കാരണം സൂര്യൻ ഈ പ്രദേശത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുമ്പോൾ ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ ഭയങ്കരമായ ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ സൂര്യൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രദേശങ്ങൾ ഭയങ്കരമായ ചൂടും ഈ പ്രദേശത്ത് ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ദ ഫ്രിജിഡ് സോൺസ് ഡു നോട്ട് എക്സ്പീരിയൻസ് ഓൾ ദ സീസൺസ്. ഡിസ്കസ് ദ റീസൺ. ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയാണ് അതായത് നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഇവിടെ കൂടുതലായിട്ടും തണുത്ത പ്രദേശങ്ങളായിരിക്കും. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാറില്ല. Equal amount of sunlight is received in the northern hemisphere. Equal amount of the sunlight is received in the northern hemisphere as well as in the southern hemisphere when the sun is vertically over the equator. ഇതാണ് ഇക്വേറ്റർ. ഈ പ്രദേശത്ത് സൂര്യൻ എത്തുമ്പോൾ, ഡയറക്റ്റ് സൂര്യൻ പ്രകാശം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ഈ സ്ഥാനത്ത് എത്തുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ലഭ്യമാകുക. ദ അപ്പാരന്റ് മൂവ്മെന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിംഗ് ദ ഇക്വേറ്റർ എർത്ത് റെവല്യൂഷൻ will be over the equator on March 21 and September 23. മാർച്ച് 21നും സെപ്റ്റംബർ 23നുമാണ് നമ്മുടെ സൺറൈസ് ഇക്വേറ്ററിന് മുകളിലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ hence the length of the day and night will be equal during these days. അതുകൊണ്ട് ഈ രണ്ട് ഹെമിസ്ഫിയറിലും രാവും പകലും ഒരേപോലെ ആയിരിക്കും. അതായത് രാത്രി 12 മണിക്കൂറാണെങ്കിൽ പകൽ 12 മണിക്കൂറായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ രണ്ട് ദിവസങ്ങളെയാണ് the days are called equinoxes. എന്താ equinoxന്റെ പ്രത്യേകത? സൂര്യരശ്മികൾ ഭൂമധ്യരേഖ അതായത് ഇക്വറ്റോറിയൽ റീജിയനിൽ എത്തുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും രാവും പകലിന്റെയും ദൈർഘ്യം ഒരുപോലെയായിരിക്കും. ഈ രണ്ട് ദിവസങ്ങളെ അതായത് മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 are called equinoxes. From March 20 onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer on June 21. എന്താണ് ശ്രദ്ധിച്ചേ? അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ sun moves to northwards. അതായത് ഇവിടെ നിന്ന് സൺ ഇതുവരെ മൂവ് ചെയ്യുന്നു മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. അപ്പോൾ എന്താണ് സംഭവിക്കുക? This day is known as summer solstice in the northern hemisphere. On this day, the northern hemisphere experiences its longest day and shortest night. അതുകൊണ്ട് തന്നെ
ഈ പ്രദേശങ്ങളിലാണ് സൂര്യന്റെ വ്യവഹാരം കൂടുതൽ നടക്കുക. അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ കൂടുതൽ നേരം പകലും കുറഞ്ഞ നേരം രാത്രിയുമായിരിക്കും. ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സമ്മർ സോളിസ്റ്റിസ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോളിസ്റ്റിസ് എപ്പോഴാണ്? 21 മാർച്ച് മുതൽ 23 മാർച്ച് വരെ അല്ലെ. ഇനി നോക്കാം, വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ഡേ ആൻഡ് ദ നൈറ്റ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ഓൺ 21 ജൂൺ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, അപ്പോ സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അവസ്ഥ? ഇവിടെ ചൂടായിരിക്കും, ഇവിടെ സൂര്യരശ്മികളുടെ അല്ലെ, സൂര്യൻ ഇവിടുന്ന് ഇതുവരെ ചലിക്കണം, അതുകൊണ്ട് തന്നെ ഇത് സ്ലാൻഡിങ് ആണ്, സൂര്യരശ്മികൾ സ്ലാൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ശക്തി കുറയും സൂര്യരശ്മികൾ. അപ്പൊ ഇവിടെ ചൂട് കുറവായിരിക്കും. അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് ഡേ ആണെങ്കിൽ ഇവിടെ ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും, ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. ഇതാണ് വ്യത്യാസങ്ങൾ. ഓക്കെ. The northern hemisphere generally experience spring season between 21 March and 21 June. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സ്പ്രിംഗ് സീസൺ ആണ്. എന്താണ്? സ്പ്രിംഗ് സീസൺ ആണ്. എന്താ സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത? വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു കാലഘട്ടമാണ് സ്പ്രിംഗ്. അപ്പൊ ഇവിടെ ചൂട് ഇങ്ങനെ കൂടി 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 വന്ന് നോർത്തേൺ ഹെമിസ്ഫിയർ ചൂട് ഇങ്ങനെ സ്ട്രോങ് ആയി വരും. അങ്ങനെ സ്ട്രോങ് ആയി വരും എപ്പോഴാണ്? 21 ജൂണിലാണ്. അങ്ങനെ സ്ട്രോങ് ആവുന്നതോടുകൂടി ഈ പ്രദേശം എന്തായി മാറുന്നു? സമ്മറായ. ദ സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗ് ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരുന്നു? വിന്റർ ആയിരുന്നു, തണുപ്പായിരുന്നു. അപ്പൊ തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുന്ന ഈ കാലഘട്ടം, ഈ ഒരു 3 മാസം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഈ കാലഘട്ടത്തിനെയാണ് എന്ത് പറയാ? സ്പ്രിംഗ് എന്ന് പറയാ അല്ലെ. Haven't you noticed the plants sprouting, mango trees blooming and jackfruit trees bearing buds and the like? അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ സമയത്താണ് നമ്മളവിടെ മാവ് പൂക്കുന്നതും പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ ശ്രദ്ധിക്കാറില്ലേ? These are the peculiarity of spring season. ഇതാണ് സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത. Read, identify season in the southern hemisphere during this period. അപ്പൊ ഈ സമയത്ത് സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? നമുക്കറിയാം, സദേൺ ഹെമിസ്ഫിയറിൽ ഇത്ര നേരം സൂര്യനായിരുന്നു. ഇവിടുന്ന് സൂര്യൻ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ പ്രദേശത്ത് തണുപ്പ് കൂടി വരും. സൂര്യൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ചൂട് കൂടി വരും, ഇവിടെ തണുപ്പ് കൂടി വരും. അപ്പൊ തണുപ്പ് കൂടുന്ന, അതായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഈ കാലഘട്ടമാണ് എന്ത് പറയാ? ഓട്ടം. എന്താ പറയാ? The southward apparent movement of the sun begins. ഇനി അതിനുശേഷം എന്താണ്? The southward apparent movement അല്ലേ. പിന്നെ ജൂണിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോപ്പായി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ ഇവിടെ നിന്ന് സദേണിൽ ഇവിടേക്ക് ഇഞ്ഞ് മൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഇവിടെ ഓൾറെഡി ചൂടായി, വീണ്ടും ചൂട് പിടിച്ചു അല്ലെ. ഇങ്ങനെ ചൂട് ഇങ്ങനെ വരിക. അപ്പോ എന്താ സംഭവിക്കുന്നു? സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു? The southern apparent movement of the sun begins from 21 June and again reaches vertically over the equator 23rd September. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വീണ്ടും അവിടെ എവിടേക്ക് എത്തുന്നു? വീണ്ടും സെപ്റ്റംബറിൽ ഇവിടേക്ക് എത്തുന്നു. അപ്പോ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള സൂര്യന്റെ ഇവിടെയുള്ള ഈ പാലായനങ്ങൾ, ഈ യാത്രയിൽ നോർത്തേൺ ഹെമിസ്ഫിയറിനെ മുഴുവൻ ചൂട് പിടിപ്പിക്കും അല്ലേ. അതേസമയം ഈ സമയത്ത് ഇവിടെയാണെങ്കിലോ നന്നായി തണുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ആർ ദ ചേഞ്ചസ് ഒബ്സർവ് ഇൻ നാച്ചർ ഡ്യൂറിങ് ദ സമ്മർ സീസൺ? സമ്മർ സീസണിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക? ശക്തമായ ചൂടുണ്ടാവുന്നു, വെള്ളം കുറവുണ്ടാകുന്നു അല്ലേ. അങ്ങനെ കുറെ മാങ്ങ പഴുക്കാൻ തുടങ്ങുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. Now the sun continues its southward apparent shift from the equator from 23rd September and reaches
vertically above the Tropic of Capricorn on 22nd December. അതായത് ഇത്രയും നേരം സൺ മാർച്ച് മുതൽ ജൂൺ വരെ ഇതുവരെ പോകുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് സെപ്റ്റംബർ 23 എത്തുന്നു. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സണ്ണിന്റെ സൗത്ത് വാർഡ് മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം എവിടെയാണ് സൂര്യന്റെ പ്രകാശവും ചൂടും കൂടുതൽ ലഭിക്കുക എന്നുള്ളത്. അത് കൂടുതലും ലഭിക്കുക സൗതേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ചൂട് കുറഞ്ഞു വരികയും ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് സൂര്യൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം തണുപ്പുമായിട്ടുണ്ടാവും, ഇവിടെ മാക്സിമം ചൂടുമായിട്ടുണ്ടാവും അല്ലെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തണുപ്പിൽ, അതായത് ഇത്രയും നേരം സൂര്യൻ ഇവിടെയായിരുന്നു അല്ലെ, അപ്പോൾ ഇവിടെ നിറയെ തണുപ്പായിരുന്നു, അതായത് വിന്റർ ആയിരുന്നു. അപ്പോ ഈ വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഈ യാത്ര, അതായത് സൂര്യൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഈ കാലഘട്ടം ഇവിടെ സ്പ്രിംഗ് ആയിരിക്കും സീസൺ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ എന്താവാൻ പോകുന്നു, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഓട്ടം ആയിരിക്കും. അതായത് ഒരു എക്സ്ട്രീം സീസണിൽ നിന്ന് ഒരു എക്സ്ട്രീം സീസണിലേക്ക് മാറുന്ന കാലഘട്ടത്തിനെ ആ ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് മിക്കവാറും ഈ സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഉണ്ടാവുക. അതായത് വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ പീരിയഡ് ആണ് സ്പ്രിംഗ്, എന്നാൽ സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ട്രാൻസിഷൻ പീരിയഡ് ആണ് ഓട്ടം. ഓക്കെ, അങ്ങനെ ഡിസംബർ 22 ആവുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിലേക്ക് സൂര്യൻ വെർട്ടിക്കൽ ആയിട്ട് എത്തുമ്പോൾ ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോളിസ്റ്റിക്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം എന്തായിരിക്കും, അവിടെ സമ്മർ മാറി അവിടെ വിന്റർ സോളിസ്റ്റിക്സ് ആയിരിക്കും അനുഭവപ്പെടുക. നേരത്തെ എന്തായിരുന്നു, സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ സോളിസ്റ്റിക്സ് ആയിരുന്നു. ഇപ്പോ സദേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സോളിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഓൺ ദിസ് ഡേ the northern hemisphere experiences its shortest day and longest night. അതായത് അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയർ ലോങ്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിലോ when the sun's vertical rays are falls on the southern hemisphere experiences summer solstice. Okay, it is autumn season in the northern hemisphere from 23rd September to 22nd December. ഈ സമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് സീസൺ അല്ലെ, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുന്ന ഈ കാലഘട്ടം എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടം ഓട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എക്സ്ട്രീം തണുപ്പിൽ നിന്ന് എക്സ്ട്രീം ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ഇതേ സമയം സദേൺ ഹെമിസ്ഫിയറിലോ എക്സ്ട്രീം തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോവുകയാണ്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. ഓട്ടം മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം ദ severity of summer towards the winter. നോക്കൂ, ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രം severity of summer, കടുത്ത ചൂടിൽ നിന്ന് കടുത്ത വേനലിൽ നിന്ന് വിന്ററിലേക്കുള്ള, അതായത് കടുത്ത തണുപ്പിലേക്കുള്ള ഒരു കാലഘട്ടം, ആ മാറുന്ന കാലഘട്ടമാണ്. ഡ്യൂറിംഗ് ദിസ് പീരിയഡ്, ഈ സമയത്ത് എന്താണ് നമുക്ക് കാണാൻ കഴിയുക, ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. അതായത് ഈ സമയം ഓട്ടമാകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില
വളരെ ശക്തമായിട്ട് കുറഞ്ഞ് വരും. There is shortening of day. അവിടെ എന്തായിരിക്കും? പകല് ചെറുതായി വരും. And lengthening of night. രാത്രി കൂടി വരും. This is the season during which the trees generally shed their leaves. ഈ സമയത്താണ് മരങ്ങൾ അവരുടെ ഇലകൾ പൊഴിക്കുന്ന കാലഘട്ടം. Okay, the shedding of leaves is a form of adaptation to survive the forthcoming dry winter. മരം തയ്യാറെടുക്കുകയാണ്. എന്തിനാ തയ്യാറെടുക്കുന്നത്? ആ കടുത്ത ഒരു തണുപ്പ് വരാനുണ്ട്. ആ കടുത്ത തണുപ്പിനെ നേരിടാൻ മരങ്ങൾ അവയുടെ ഇലകൾ പൊഴിച്ചുകൊണ്ട് നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇതിനെയാണ് എന്ത് പറയാ? ഓട്ടം എന്ന്, അല്ലെ? ഓട്ടമിന്റെ പ്രത്യേകത എന്താണ്? ചൂട് കുറഞ്ഞു വരുന്നു, അതോടൊപ്പം മരങ്ങൾ നന്നായി ഇലപൊഴിക്കുന്ന കാലഘട്ടം. എന്തിനാ മരങ്ങൾ ഇലപൊഴിക്കുന്നത്? മരങ്ങൾ ഇലപൊഴിക്കുന്നത് കടുത്ത തണുപ്പിനെ നേരിടാൻ മരം തയ്യാറെടുക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ? വെൻ ഇറ്റ് ഈസ് ഓട്ടം ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോക്കൂ, വാട്ട് ഈസ് ദ സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ? സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അറിയാലോ, അല്ലെ? എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കടുത്ത തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുന്ന കാലഘട്ടമാണ് സ്പ്രിംഗ്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? സ്പ്രിംഗ് ആയിരിക്കും. The northward apparent shift of the suns begin by 22nd December and again reaches vertically above the equator on 21 March. നോക്കൂ, ഇനി 22nd ഡിസംബറില് സണ്ണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. അവിടെ നിന്ന് വീണ്ടും നോർത്ത് വാർഡ്സ് മൂവ്മെന്റ് നടക്കുകയാണ്. നോർത്ത് വേർഡ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് പോവുകയാണ്, അല്ലെ? എന്ന് മുതൽ 22 ഡിസംബർ മുതൽ 21 മാർച്ച് വരെ. ദിസ് പീരിയഡ് മാർക്ക് ദ വിന്റർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഈ സമയമാകുമ്പോഴേക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ കടുത്ത തണുപ്പായിരിക്കും. അവിടെ എന്തായിരിക്കും? ശക്തമായിട്ടുള്ള വിന്റർ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയർ ശക്തമായിട്ടുള്ള വിന്റർ ആയിരിക്കും. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് വിന്റർ സീസൺ? വിന്റർ സീസണിന്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ നമുക്കറിയാം, ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ? വിച്ച് വിൽ ബി ദ സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെൻ ഇറ്റ് ഈസ് വിന്റർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ? നോർത്തേൺ ഹെമിസ്ഫിയർ വിന്റർ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എന്താവുക നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി സമ്മർ ആയിരിക്കും, അല്ലെ? ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന് ഒരു ഷോർട്ടായിട്ട് ഒരു ടേബിളിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ? ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ മാർച്ച് 1 to June 21 എവിടെയാണ്? ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അല്ലെ? ദാറ്റ് മീൻസ് അപ്പോ സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആണ്. ഫ്രം ജൂൺ 21 ടു സെപ്റ്റംബർ 23 ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ഇക്വേറ്റർ. അപ്പോൾ സീസൺ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആണ്. ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ സീസൺ എങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്. ആൻഡ് ഫൈനലി ഫ്രം ഡിസംബർ 22 ടു മാർച്ച് 21 ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ഇക്വേറ്റർ. സീസൺ എങ്ങനെയാണ്? വിന്റർ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ആൻഡ് സമ്മർ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയർ. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഉള്ള ഈ അപ്പാരന്റ് മൂവ്മെന്റും ദ സീസണും തമ്മിലുള്ള ബന്ധം. The seasons changes as a result of the apparent movement of the sun. Why the apparent movement take place? We have already discussed. അല്ലേ? എന്താണ്? എന്തുകൊണ്ടാണ് ഈ സൂര്യന്റെ മൂവ്മെന്റ് നമുക്ക് അനുഭവപ്പെടുന്നത്? It is because of the revolution and the tilt of the axis. ഓക്കെ, ഇനി നമുക്ക് മലയാളത്തിലൊരു പറച്ചിലുണ്ട്, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. ഉത്തരായന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാൽ
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അതായത് 23 നോർത്തിലുള്ളതാണ് ഉത്തരായനം അല്ലെ, ഉത്തരായന രേഖ. 23 സൗത്തിലാണ് ദക്ഷിണായന രേഖ. ഈ അയനം എന്ന് പറഞ്ഞാൽ ഈ യാത്ര. നോക്കൂ, you might have understood the apparent movement of the sun and the resultant season in both the hemisphere. Following the winter solstice, the sun sets its northward apparent movement from Tropic of Capricorn and it culminates on Tropic of Cancer on 21st June. This northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as ഉത്തരായനം. അതായത് മക്കളെ എന്താണ് പറയുന്നത്? അതായത് സൺസെറ്റ് അല്ലെ, വിന്റർ സോളിസ്റ്റിസ്, the sun sets its northward apparent movement from Tropic of Capricorn and it culminate on Tropic of Cancer. അതായത് ഡിസംബർ 20 മുതൽ ജൂൺ 20 വരെയുള്ള നോർത്ത് വേർഡിലേക്കുള്ള സൂര്യന്റെ ഈ മൂവ്മെന്റ്, ദിസ് നോർത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് ടേംഡ് ആസ് ഉത്തര. അതായത് ഇതിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. The duration of day in the northern hemisphere gradually increases during this period. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഡ്യൂറേഷൻ ഓഫ് ഡേ, ഈ ഡേ കൂടിക്കൂടി വരും. അതായത് ഡേയുടെ പകലിന്റെ നീളം കൂടിക്കൂടി വരും അല്ലെ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകൽ കൂടിക്കൂടി വരും. Following the summer solstice ഉണ്ടാകുമ്പോൾ the sun sets its southward apparent movement. ഇനി ജൂൺ 21 മുതൽ സൂര്യൻ പിന്നെ തിരിച്ച് അല്ലെ തെക്കോട്ട് വരികയാണ്, താഴോട്ട് വരികയാണ് അല്ലെ. apparent movement from Tropic of Cancer and culminate on Tropic of Capricorn on 22nd December. on 22nd ഡിസംബറിൽ എന്ത് സംഭവിക്കുന്നു? നേരത്തെ ജൂണില് നോർത്തേൺ അല്ലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തിയ സണ്ണ് തിരിച്ച് അല്ലെ സൗത്ത് വാർഡ് മൂവ്മെന്റ് നടത്തുന്നു അല്ലെ, ഉത്തരായന രേഖയിലേക്ക് പോവുകയാണ്. ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോവുകയാണ്. ഈ പോക്കിനെയാണ് എന്ത് പറയാ? ദക്ഷിണായനം എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ, ഇതിനിടയിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസം, as the sun is in the northern hemisphere, ഈ സമയം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൺ. The north polar region experience continuous daylight for 6 months. മക്കളെ അറിയാമോ, ഈ സമയത്ത് നോർത്ത് പോളിൽ കണ്ടിന്യൂസ് ഡേലൈറ്റ് ഉണ്ടാകുന്നു. During the remaining period, that is from September to March, as the sun is in southern hemisphere, the north polar region experience continuous night for 6 months. ഇതേ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ദക്ഷിണായനത്തിലായിരിക്കും അല്ലെ, അതായത് സദേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യൻ ഉണ്ടാവുക. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും അനുഭവപ്പെടുക. ഇതുവരെയുള്ളത് നോക്കാം. ഇതാണ് എക്വിനോക്സസ്. ഓക്കെ, സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. Equal amount of sunlight is received in both hemisphere. Equal day and night. These days are called equinoxes. സ്പ്രിംഗ് സീസണിന്റെ കുറച്ച് ചിത്രങ്ങളാണ്, നല്ല മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സമ്മർ സോളിസ്റ്റിസ്? The sun will be vertically above the Tropic of Cancer. Longest day in the northern hemisphere, longest night in the southern hemisphere. സമ്മറിലെ കുറച്ച് ചിത്രങ്ങളാണ് ഇത്. ഒരു മനോഹരമായ ചിത്രം സമ്മറിൽ നമുക്ക് കാണാൻ കഴിയാറില്ല. ഇതാണ് വിന്റർ സോളിസ്റ്റിസ്. The sun will be vertically above the Tropic of Capricorn. Longest day in the southern hemisphere, longest night in the northern hemisphere.
ഇതാണ് നമ്മുടെ ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം സെപ്റ്റംബർ ടു മാർച്ച് ഇറ്റ് വിൽ ബി വിന്റർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ശക്തമായ തണുപ്പായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടും. ഇതാണ് നമ്മളുടെ ചെറിയൊരു ചിത്രം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെ അതാ ഇവിടെ ഇത് ഇക്വേറ്ററിൽ നിന്ന് ജൂണിലേക്ക് ഇങ്ങനെ പോകുന്നു അല്ലേ, ഇതാ ഇങ്ങനെ പോകുന്നു. ജൂൺ മുതൽ തിരിച്ച് സെപ്റ്റംബറിലേക്ക് വരുന്നു. സെപ്റ്റംബർ മുതൽ വീണ്ടും സൂര്യൻ ഡിസംബറിൽ വരുന്നു അല്ലെ. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെയുള്ള ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെ. ഇവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ പോകുമ്പോൾ ഇതിനെ ഉത്തരായനം എന്ന് പറയും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് ദക്ഷിണായനം എന്ന് വരും. ഓക്കെ, ഇനി ഇതാ നമ്മൾ നേരത്തെ കണ്ട ഒരു ഇതാണ് നോക്കിയത്. സ്പ്രിങ് സീസൺ ഉണ്ടാകുമ്പോൾ സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. ഇതാണ് ഓട്ടമിന്റെ സീസൺ. വിന്റർ നമുക്കറിയാം, മഞ്ഞ് കാലഘട്ടങ്ങൾ അല്ലെ. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില കാലഘട്ടങ്ങൾ, ട്രഡീഷണൽ സീസൺസ് ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് കാലങ്ങളുണ്ട്. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം അല്ലെ. India seasons are generally classified into 4. It is estimated that there are 6 seasons in India based on the changes in the atmospheric condition. മാർച്ച് ഏപ്രിലാണ് വസന്തം, മെയ് ജൂണിലാണ് ഗ്രീഷ്മം, ജൂലൈ ഓഗസ്റ്റിലാണ് വർഷം, സെപ്റ്റംബർ ഒക്ടോബറിൽ ശരത്ത് അല്ലെ, നവംബർ ഡിസംബർ ഹേമന്തം, ജനുവരി ഫെബ്രുവരിയാണ് ശിശിരകാലം. ഉത്തരായനത്തിന്റെ ചെറിയൊരു ചിത്രം അല്ലെ. അതായത് ഈ ഏരോ മാർക്കാണ് കേട്ടോ. ഇതിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള ഈ യാത്ര. ഓക്കെ, ഇതിനാണ് ദക്ഷിണായനം എന്ന് പറയാം അല്ലെ. ഇവിടെ മുതൽ അല്ലെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ഇക്വേറ്റർ മുതൽ ഇതുവരെയുള്ള ഈ പ്രയാണം, സൗത്ത് വാർഡ് മൂവ്മെന്റ്, ഇതിനെയാണെന്ന് പറയാം നമ്മളെ ദക്ഷിണായനം എന്ന് പറയാം. നോക്കൂ, when the sun is above the tropic of cancer, continuous day and night, it receives 6 months throughout in the phase within the arctic circle. ഇതാണ് ആർട്ടിക് സർക്കിൾ അല്ലെ. ഇവിടെയാണ് സൂര്യൻ സമയത്ത് അല്ലെ കൂടുതലും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇവിടെ ഇതാ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ഈ ആർട്ടിക്കൽ സർക്കിൾ ഇവിടെ വരെ പകല് അനുഭവപ്പെടും. സൺറൈസ് കൂടുതലായിരിക്കും അല്ലെ നോർത്തേൺ ഹെമിസ്ഫിയർ. അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കിയേ, ഇവിടെ നൈറ്റ് ആയിരിക്കും. 6 മാസവും ഇവിടെ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും അനുഭവപ്പെടും. ഇവിടെ രാത്രി ആയിരിക്കും 6 മാസം. ഇവിടെ 6 മാസവും പകലായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൂര്യൻ ഈ ഭൂമിയുടെ ഈ ചെരിവാണ്, റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, ദ സൺ ഷൈൻസ് ഈവൻ അറ്റ് മിഡ് നൈറ്റ്. അതായത് അർദ്ധരാത്രിയായ 12 മണിക്ക് പോലും, ഈവൻ അറ്റ് മിഡ് നൈറ്റ്, നോട്ട് ഫോർ എ സിംഗിൾ ഡേ ബട്ട് ഫോർ 6 months ത്രൂ ഔട്ട്. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എന്തനുഭവപ്പെടുന്നു അല്ലെ. ഇൻ ദ ആർട്ടിക്കൽ ആൻഡ് അന്റാർട്ടിക്കൽ സർക്കിൾ. ആർട്ടിക്കൽ സർക്കിൾ മുകളിലാണ്, അന്റാർട്ടിക് സർക്കിൾ താഴെയാണ്. ഈ രണ്ട് സ്ഥലത്തും ഒന്നുകിൽ 6 മാസം സൺഷൈൻ ഉണ്ടാവും. ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് ദ സൺ വിൽ ബി വെർട്ടിക്കലി ഓവർഹെഡ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അതിന്റെ അർത്ഥം നേരെ അവരുടെ മുകളിലല്ല സണ്ണ് കിടക്കുന്നത്. ഒന്നുകിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ വെർട്ടിക്കലാണ്, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ വെർട്ടിക്കലാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ സണ്ണിനെ ഫുൾ ടൈം കാണാം, 6 മാസവും കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ദ റിമൈനിങ് 6 months ആർ ഷ്രൗഡഡ് ഇൻ ഡാർക്ക്നെസ് അല്ലെ. ഇനി സൂര്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അത് സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഫുള്ള് ഡാർക്ക്നെസ് ആയിരിക്കും. ഡേ ലൈറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ 1 or 2 hours. ഡേ ലൈറ്റ് 1-2 മണിക്കൂറിനായിരിക്കും ഒരു വെളിച്ചം കിട്ടുള്ളൂ ഈ ഭാഗത്ത്. ഹ്യൂമൻ ലൈഫ് ആൻഡ് ലിമിറ്റഡ് ഏജ് അഗ്രികൾച്ചർ ഹിയർ ആർ ഓൾ ഷെഡ്യൂൾഡ് ഡ്യൂറിങ് ടു ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ക്ലൈമറ്റ്. ഇവിടെ ആൾക്കാരും കുറവാണ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറും കുറവാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഈ നമ്മൾ എടുത്ത പാഠഭാഗത്ത് നിന്ന് വന്ന ചില ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഓക്കെ, ഇത് മറ്റൊരു ചോദ്യമാണ്. അപ്പൊ SSLC എക്സാമിന് വളരെയധികം സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതകളുള്ള ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ എടുത്ത്
ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ 2019 ഫസ്റ്റ് ടൈമിൽ വന്നു ഇങ്ങനെ ചോദ്യം വന്നു. 2020 മാർച്ചിൽ വന്ന ചോദ്യമാണ് ഇത്. അങ്ങനെ നമ്മുടെ ഈ അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു നല്ല രസകരമായിട്ടുള്ള നമ്മളെ പ്രകൃതിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ അല്ലെ, സീസണിന്റെ മാറ്റങ്ങളെ കുറിച്ച് അനുഭവിച്ച് അറിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഓക്കെ, വ്യത്യസ്തമായ സീസണിൽ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കണം.